ഞാനൊരു ടോപ്പർ ആയിരുന്നു, ഇപ്പൊ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാല് ഒരു പരിപാടി നടക്കുകയല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് ജസ്റ്റ് പെരിഫറി എന്നുള്ളൊരു നോളജ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇതിനെ പറ്റിയിട്ട്. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഒരു 4 മണിക്കൂറോളം കരച്ചിൽ നിർത്താൻ പറ്റാതായിട്ട്. ഹായ് ഓൾ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇതിന്റെ റിപ്പീറ്റർ ജേണിയിലെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോ പാർട്ട് 1 വീഡിയോ കാണാത്തവര് അത് വാച്ച് ചെയ്യും. അപ്പം എന്റെ കോച്ചിങ് സെന്റർ എന്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് 30 മിനിറ്റ്സ് ദൂരത്തായിരുന്നെങ്കിൽ പോലും ഞാൻ എന്തുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ തീരുമാനിച്ചു എന്നതിനെ പറ്റിയിരിക്കും ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി എന്റെ വീട് എന്ന് പറയുന്നത് എന്റെ ഒരു കംഫർട്ട് സോൺ ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ലൈക്ക് നീറ്റ് അതിന് വേണ്ടിയിട്ട് എന്റെ 100% കൊടുക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ ഒരേ ഒരു ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരെ കൂടെ നിന്ന് പഠിക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നി. പിന്നെ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഈ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്ഷീണം, ഇതൊക്കെ ഒരു 1 ഇയർ ഒരു ഡ്യൂറേഷനിലേക്ക് വരുമ്പോഴത്തേനും എന്റെ ഒരു പെർഫോമൻസിനെ ബാധിക്കും എന്നെനിക്ക് തോന്നി. ഇതൊക്കെയാണ് ഞാൻ ഹോസ്റ്റൽ ലൈഫ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പോയി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ പ്രിഫറൻസസ് ഉണ്ടാവും. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്തിരുന്നത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതായിരുന്നു. ബിക്കോസ് എനിക്ക് എന്റെ ലൊക്കേഷൻ മാറ്റി മാറ്റി പഠിക്കാൻ പറ്റിയിരുന്നു. ഞാൻ ഇടയ്ക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കും, പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് അവരുടെ അക്കാഡമിക് ബ്ലോക്കിൽ പോയി പഠിക്കും. ഇങ്ങനെ മാറി മാറി നിന്ന് പഠിക്കുമ്പോൾ ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുന്ന ആ ഒരു ബോറിങ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് പഠിക്കുമ്പോൾ അവിടെ പോയിരുന്ന് പഠിക്കുമായിരുന്നു, അവിടെ നിന്ന് പഠിക്കുമ്പോൾ ഇവിടെ വന്നിരുന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം അവർ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ നമുക്ക് 10 ഡേയ്സ് ലീവ് തന്നിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് 3 ഡേയ്സ് മാത്രമേ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ ഞാൻ അവിടെ നിന്ന് പഠിക്കാൻ തന്നെയായിരുന്നു പ്രിഫർ ചെയ്തിരുന്നത്. ഇനി എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് എനിക്ക് എന്റെ റിപ്പീറ്റർ ജേർണിയിൽ ഫേസ് ചെയ്തതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം +2 വരെ ഒരു ടോപ്പർ ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഈ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിലേക്ക് വന്നപ്പോഴത്തേക്കിനും എനിക്ക് മനസ്സിലായി എന്റെ ശരിക്കുമുള്ള കോമ്പറ്റീഷൻ ഇനിയാണ് ഞാൻ കാണാൻ പോകുന്നതെന്ന്. അപ്പൊ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കൂടുതൽ എഫേർട്സ് ഇടേണ്ടി വന്നു. കുറെ കൂടി ഞാൻ സ്ട്രെസ്ഡ് ഔട്ട് ആയി. കുറെ ടെൻഷൻ മാനേജ്മെന്റിനുള്ള പരിപാടികളൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇതൊക്കെ എന്റെ ഒരു ഡിഫിക്കൽട്ടി ആയിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പം CBSE കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാര്, റെസിഡൻഷ്യൽ കോഴ്സ് ചെയ്തിട്ട് നീറ്റിന് വേണ്ടിയിട്ടുള്ള റെസിഡൻഷ്യൽ കോഴ്സ്, ലോങ് ടേം കോഴ്സ്, ഇതൊക്കെ ചെയ്തിട്ട് വന്ന ആൾക്കാരുടെ കൂടെ ആയിരുന്നു ഞാൻ കോമ്പീറ്റ് ചെയ്യേണ്ടത്. ഞാൻ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് ജസ്റ്റ് പെരിഫറി എന്നുള്ളൊരു നോളജ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇതിനെ പറ്റിയിട്ട്. ഞാൻ നീറ്റിൽ പഠിക്കേണ്ടത് വളരെ ഇൻഡെപ്ത് ആയിട്ടാണ്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടി എന്നെ കഴിഞ്ഞും ഇതിനെപ്പറ്റി നോളജ് ഉള്ളവരായിരുന്നു. അപ്പൊ ഇവരുടെ കോമ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക്. ഇനി ഞാൻ എന്റെ ഡിഫിക്കൽട്ടീസിനൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്നായിരിക്കും നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഞാനൊരു ടോപ്പർ ആയിരുന്നു, ഇപ്പൊ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാല് ഒരു പരിപാടി നടക്കുകയല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് ഹെൽപ്പ് മേടിക്കാൻ തുടങ്ങി. എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അതായത് റെസിഡൻഷ്യൽ കോഴ്സ് കഴിഞ്ഞിട്ട് വന്നവരുണ്ടായിരുന്നു, ലോങ് ടേം കോഴ്സ് ചെയ്തിട്ട് വന്നവരുണ്ടായിരുന്നു, റിപ്പീറ്റേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ എന്നെ പോലെ ഉള്ളവരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓരോരുത്തരും എങ്ങനെയാണ് അവരുടെ റെസിഡൻഷ്യൽ കോഴ്സിൽ നിന്നൊക്കെ പഠിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ അവരുടെ അടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. ഇൻഫാക്ട് എനിക്ക് ഇക്വേഷൻ ബുക്കിനെ പറ്റി, മിസ്റ്റേക്ക് ബുക്കിനെ പറ്റി ഒക്കെ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തു നിന്നാണ് കിട്ടിയത്. അപ്പം അവരുടെ അടുത്ത് ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് അങ്ങനെ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയതിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വെറുതെ ബാക്കിയുള്ളവരെ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നതിലും അവരുടെ അടുത്തുനിന്ന് ഹെൽപ്പ് മേടിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ 1 ഇയർ ജേണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ല നിങ്ങൾ അവർക്ക് അത്രയും മാർക്ക് കിട്ടി എനിക്കത് കിട്ടിയില്ല അങ്ങനെ ആലോചിക്കുന്നുള്ളൊരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റിനെ നോട്ട് ചെയ്യുക. നിങ്ങളുടെ റാങ്ക്, ഇത്തവണ എനിക്ക് ഈ റാങ്ക് ആയിരുന്നു, അടുത്ത തവണ ഞാൻ എത്ര മേടിക്കണം, അല്ലെ അടുത്ത തവണ എനിക്ക് ഇത്ര കിട്ടിയുള്ളൂ, അപ്പൊ അതിനടുത്ത തവണ ഞാൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, ഇതായിരിക്കണം നിങ്ങളുടെ കൺസേൺ. ഒരു കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക, നിങ്ങളുടെ ഈ ജേർണിയിൽ നിങ്ങൾക്ക് കുറെ കഷ്ടപ്പാടുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് സ്ട്രെസ് വന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഒരു 4 മണിക്കൂറോളം കരച്ചിൽ നിർത്താൻ പറ്റാതായിട്ട് എന്റെ ക്ലാസ് ടീച്ചറിനെ വിളിച്ചു വരുത്തിയിട്ട് എനിക്ക് ഒരു ചായയൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓക്കെ ആയത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളപ്പം ആൾക്കാരുടെ അടുത്തൊന്ന് ഹെൽപ്പ് മേടിക്കുക. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവസാനം വരെ ഒരുപോലെ കഷ്ടപ്പെട്ട് പെർസിസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടായിരിക്കും സക്സസ് ഉള്ളതെന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.